2 ദിവസം മുൻപ് KSRTCയിലെ ബസ് വാങ്ങലിലെ ക്രമക്കേട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. കടത്തിലായ ഒരു കമ്പനിയെ അതിനുള്ളിലുള്ളവർ തന്നെ എങ്ങനെ മുടിപ്പിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി മാറുന്ന ഒരു ക്രമക്കേട്. വാർത്ത പുറത്തു വന്നതോടെ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കട്ടക്കലിപ്പിലായി. വാർത്ത കള്ളത്തരമാണെന്നും തനിക്കൊന്നും മൂട്ടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു. പിന്നെ കുറെ കണക്കുമെടുത്ത് പുറത്തിട്ടു. ബസ്സുകളുടെ വില വ്യത്യാസത്തിന് കാരണം GSTയിലെ മാറ്റമാണെന്നും വാങ്ങിയത് 2 തരം വാഹനമാണെന്നും ഒക്കെയായിരുന്നു മുൻ മന്ത്രിയുടെ വാദം. എന്നാൽ KB ഗണേഷ് കുമാറിന്റെ വാദങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിലെ വിവരങ്ങളുമായി പരിശോധിച്ചാൽ തവിടുപൊടിയാകും. അതിനിടെ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചിറ പരാതി നൽകി. ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ അസത്യം ചെയ്യുന്ന ആളല്ല. അഴിമതി കിടക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എന്നും അഴിമതിക്കെതിരെ പോരാടിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ബസ് വാങ്ങലിൽ ചില ന്യായങ്ങൾ പറഞ്ഞ് തടിയൂരാനാണ് ശ്രമം. എന്നാൽ മുൻ മന്ത്രി പറഞ്ഞതിലെ വാസ്തവം തിരിച്ചറിയാം. 60 വണ്ടികൾ ആദ്യം വാങ്ങി. അപ്പോൾ GST 28%. ആ GSTയിൽ പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത മാസങ്ങളിൽ ഒരു കുറവ് വരുത്തി. അത് 28% എന്നുള്ളത് 18% കുറഞ്ഞു. 28% GST കുറഞ്ഞ സമയത്ത് 23,47,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് വാങ്ങിയത് 18% GST കുറഞ്ഞപ്പോൾ അതേ വണ്ടിക്ക് 21,64,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി. 2025 സെപ്റ്റംബർ 22-നാണ് പുതിയ GST സ്ലാബ് നിലവിൽ വന്നത്. എന്നാൽ 2025 ജൂലൈ 11-ന് വാങ്ങിയ KL 15 2891 എന്ന വാഹനത്തിനും 18% GST ഉള്ളൂ. GST സ്ലാബിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുന്നതിന് മുമ്പും ശേഷവും വാങ്ങിയ വാഹനങ്ങൾക്ക് 18% തന്നെയാണ് നികുതി എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ ബസ്സുകളുടെ വിവരത്തിൽ പരിവാഹൻ സൈറ്റിലും ബില്ലിലും വ്യത്യസ്ത തുകകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഇത് അദ്ദേഹം TV-യിൽ കാണിച്ച സ്ക്രീൻഷോട്ടിന്റെ ഇതാണ്. 20,74,000 രൂപ, 593 രൂപ, 14 എണ്ണം ബസ്സുകളുടെ എണ്ണം. അതുപോലെ 27,98,000 രൂപയ്ക്ക് 30 ബസ്, 29 ലക്ഷം രൂപ. 30 ലക്ഷം രൂപയ്ക്കൊന്നും KSRTC വണ്ടി വാങ്ങിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഫിഗറില്ല. 27 ലക്ഷത്തിനും 30 ലക്ഷത്തിനുമെല്ലാം KSRTC ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. ഒരേ ദിവസം ഒരേ മോഡലിലാണ് പല വിലകൾ നൽകി വാങ്ങിയിരിക്കുന്നത്. പരിവാഹൻ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാകും. അത് സൂപ്പർ ഫാസ്റ്റ് ബസ്, എയർ സസ്പെൻഷനുള്ള വണ്ടി. മറ്റേ വണ്ടി സ്പ്രിംഗ് ലൈറ്റ് ഉള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നു 27,74,593 രൂപയ്ക്ക് വാങ്ങിയെന്നാണ്. തെറ്റായ വാർത്തയാണ്. അന്ന് 22,37,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ വണ്ടി 18% GST ആയി കുറഞ്ഞപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് 21,64,063 രൂപ 36 പൈസയാണ് ബില്ല് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഒരേ കാലയളവിൽ വാങ്ങിയ 2 വാഹനങ്ങളുടെ ബില്ല് പരിശോധിക്കാം. GST 18% തന്നെ. ബേസ് വിലയിൽ മാറ്റമുണ്ട്. 20,62,656 രൂപയും 21,64,063 രൂപയുമാണ് ചേസിന്റെ മാത്രം വില. എന്നാൽ 2 വാഹനങ്ങളും ഒരു മോഡൽ എന്നാണ് ബില്ലിൽ വ്യക്തമാകുന്നത്. അതായത് എയർ സസ്പെൻഷൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ബില്ലിലില്ല. വാഹനം തന്നെ പരിശോധിക്കേണ്ടി വരും. 20 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ബസ് നിരത്തിലിറങ്ങിയെന്ന് കരുതേണ്ട. 17 ലക്ഷം രൂപ ബോഡി നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതായത് 37 ലക്ഷത്തിനും 38 ലക്ഷത്തിനും ഒക്കെയാണ് ബസ് റോഡിലേക്ക് ഇറങ്ങിയത്. പരിവാഹൻ സൈറ്റിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. അവിടെ അന്വേഷിക്കാം. പല കാര്യങ്ങളും വാഹന സൈറ്റിൽ തെറ്റായിട്ടാണ് കിടക്കുന്നത്. അത് ശരിയാണോന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് നിരത്തിലുള്ള എല്ലാ വാഹനങ്ങളുടെയും ആധികാരികമായ സമഗ്ര വിവരങ്ങളാണ് പരിവാഹനിലുള്ളത്. വിവര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അതീവ സുരക്ഷിതം എന്ന് കരുതുന്ന സംവിധാനത്തെ സംശയനിഴലിലാക്കുന്നതോടെ രാജ്യത്ത് മോട്ടോർ വാഹന നിയമങ്ങളെയും ചട്ടങ്ങളെയുമാണ് മുൻ മന്ത്രി ചോദ്യം ചെയ്യുന്നത്. അതായത് ആർക്കും തോന്നുംപടി പരിവാഹൻ ദുരുപയോഗം ചെയ്യാമെന്നാണോ? യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ KB ഗണേഷ് കുമാറിന് ഈ ക്രമക്കേടുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. വിലയിലെ പൊരുത്തക്കേടുകൾ പുറത്തെത്തിക്കുക മാത്രമാണ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ വന്ന പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു ധാരണ വാർത്താ സമ്മേളനത്തിലൂടെ സൃഷ്ടിച്ചെടുത്തത് KB ഗണേഷ് കുമാർ തന്നെയാണ്. ഇത് തെറ്റായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് എടുത്ത് കാണിക്കുന്നത്? അദ്ദേഹം കാണിക്കുന്നുണ്ട്. എന്താ? 2 പേന, ഒന്ന് റിനോൾഡിന്റെ പേനയും ഒന്ന് പാർക്കറിന്റെ പേനയും. 2 പേന, ഒരേ കമ്പനി, ഒരേ നിറം, ഒരേ വില, 5 രൂപ. എൻ്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്. 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെന്നാണ്. ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെന്നാണ്. ഇതിന് വില കൂടുതലാണ്. ഈ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നതേ അസത്യത്തിനെതിരെ അഴിമതിക്കെതിരെ പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ലാതെ ആളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. സംഖ്യകളും സാങ്കേതിക കാര്യങ്ങളും നിറഞ്ഞ വാർത്താ വിഷയം ലളിതമായി അവതരിപ്പിക്കാനാണ് പേന ഒരു വസ്തുവായി ഉപയോഗിച്ചത്.
അത് അധാർമികമെന്ന് ആക്ഷേപിച്ചാലും തുടരുക തന്നെ ചെയ്യും. കാരണം കേരളം കണ്ട വലിയ അഴിമതി കഥകൾ പുറത്തു വന്നത് ചില പേനകളിൽ നിന്നാണ്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.